150 ml മൈദയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു പിഞ്ച് അളവിൽ ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് 3 വട്ടം നമ്മളൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. 3 വട്ടം അരിച്ചെടുക്കുന്നത് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാത്യൂസ് കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ 3 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇതിന് നമ്മൾ കുറേശ്ശെ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണോളം തൈര്, അതായത് ഒരുപാട് തണുപ്പൊന്നും ഇല്ലാതെ പുറത്ത് വെച്ചിട്ടുള്ള തൈരുണ്ടല്ലോ, തൈരും അതുപോലെ തന്നെ 50 ഗ്രാം ബട്ടർ കൂടെ, അതും നമ്മൾ ഫ്രീസറിൽ നിന്ന് കുറച്ച് സമയം പുറത്ത് വെക്കണം കേട്ടോ. ആ തണുപ്പോടുകൂടി തന്നെ, ആ കട്ടയോടുകൂടി തന്നെ വെക്കാതെ അതുകൂടി ചേർത്ത് നമ്മളതൊന്ന് അതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പൊടി നമ്മൾ അതിലേക്ക് ചേർക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. കുറച്ച് കട്ടി കൂടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള പാൽ 2 ടേബിൾ സ്പൂൺ ചേർക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതേ ഇതുപോലൊരു കേക്ക് ട്രേയിലേക്ക് വെച്ചിട്ട് നമ്മളിത് ഓവൻ സെറ്റപ്പിൽ വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റിനുള്ളിൽ നമ്മുടെ കേക്ക് റെഡി ആവും കേട്ടോ. ആ ടൈമിൽ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നമ്മൾ പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു ബൗളിലേക്ക് 50 ഗ്രാം ബട്ടറും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പഞ്ചസാര അടിച്ചു വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക്, ബട്ടറിൻ്റെ കൂട്ടിലേക്ക് ഇടണം കേട്ടോ. കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു പഞ്ചസാരയും കോൺഫ്ലവറും അരിച്ച് വെച്ചതും കൂടെ കുറേശ്ശെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് ഈ ഒരു ബട്ടർ വെള്ള കളറാവുന്ന, ഈ ഒരു കളറാവുന്ന രീതിയിൽ അതിൽ കട്ടിക്ക് തന്നെ ഇരിക്കുകയും വേണം കേട്ടോ. എന്നിട്ട് നമ്മളിതിനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഈ ടൈമിൽ നമ്മുടെ കേക്ക് 20 മിനിറ്റ് ആകുമ്പോഴേക്കും ബേക്കായി വന്നിട്ടുണ്ട്. നമ്മൾ അതിനെ എടുത്ത് റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ക്രീം നമ്മൾ ഈ ഒരു ലെവലിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് കഴിക്കണമെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തിരുവനന്തപുരത്തെ സ്പെഷ്യൽ മാത്യൂസ് കേക്കാണ് കേട്ടോ.